ദൈവത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 46 സങ്കീർത്തനം 4 തിരുവചനം. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ടൊഴുകുന്ന ഒരു നദിയുണ്ട്. സങ്കീർത്തകൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ആത്മനിറവോടെ നമ്മോട് സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതനായവൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന നദിയുണ്ട്. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കണം എന്നുള്ളതാണ് സ്വർഗത്തിൻ്റെ ആഗ്രഹം. ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ കൂടാരമാണ് നമ്മുടെ ജീവിതം. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം ആത്മാവിൻ്റെ ആനന്ദം കൊണ്ട്, ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിൻ്റെ ആനന്ദം കൊണ്ട് നിറയപ്പെടുകയാണ്. നമുക്കതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിറഞ്ഞൊഴുകണം. ഒരു നദി പോലെ, അനുഗ്രഹത്തിൻ്റെ നദിയായി, കൃപയുടെ നദിയായി, അഭിഷേക നദിയായി, ജീവ നദിയായി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും തിരുസഭയിലേക്കും ലോകം മുഴുവനിലേക്കും നിറഞ്ഞൊഴുകപ്പെടുമ്പോൾ വലിയ മാറ്റങ്ങൾ ഇവിടെയെല്ലാം സംഭവിക്കുകയാണ്. നമുക്കതിനായി പരിശുദ്ധാത്മാവിനെ സ്നേഹത്തോടെ വിളിച്ചങ്ങ് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, ഹൃദയത്തിൻ്റെ ആകുലതകൾ, സാമ്പത്തികമായ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട്. കോവിഡ് മൂലം ലോകം മുഴുവൻ വലിയ പ്രതിസന്ധിയിലും വേദനയിലുമാണ്. ആയിരങ്ങളാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കരം പിടിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ ഭാരങ്ങളും അവിടത്തേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സർവശക്തനും സർവാധിപനുമായ ദൈവമാണ്. ഒരു നിമിഷം ഇരുകരങ്ങളെ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് നമ്മൾ പ്രകാരം പ്രാർത്ഥിക്കണം. 3 പ്രാവശ്യം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. സ്നേഹത്തോടെ എല്ലാവരും വിളിച്ചു പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക്, ഞങ്ങളുടെ തകർച്ചകളിലേക്ക്, കഷ്ടതകളിലേക്ക്, തിരുസഭയിലേക്ക്, ലോകം മുഴുവനിലേക്കും പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ദൈവീക ജ്ഞാനത്താൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പുതിയ പുതിയ വഴികൾ ഞങ്ങൾക്കായി തുറന്നു തരണമേ. ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, പ്രവർത്തിക്കുക പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വഴി നടത്തുക പരിശുദ്ധാത്മാവേ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ എല്ലാം മറന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. സ്പിരിറ്റ് anoint us. നമ്മൾ ഒരുമിച്ച് അഭിഷേക നിറവോടെ പാടുന്നു. പാവന റൂഹായേ, ദൈവശക്തിയേ, അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പുതിയ പുതിയ വഴികൾ, വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ. വാതിൽ തുറക്കണമേ. അടഞ്ഞ വാതിൽ തുറക്കാൻ ദുഷ്ടൻ ഒരുക്കും കെണികൾ തകർക്കാൻ. അടഞ്ഞ വാതിൽ തുറക്കാൻ ദുഷ്ടൻ ഒരുക്കും കെണികൾ തകർക്കാൻ.
കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ, കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. കാറ്റായി മഴയായി തീയായി റൂഹ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പെയ്യട്ടെ. ചെങ്കടൽ പ്രതിബന്ധം തീർത്ത് മുന്നിലുയർന്നപ്പോ, ഫറവോ സൈന്യം ഭീതി ഉയർത്തി പിന്നിൽ നിരന്നപ്പോ, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. പ്രതികൂലത്തിൻ നടുവിൽ പുതിയൊരു പാത തുറന്നവനെ, അഭിഷേകത്തിൻ കൈകൾ നീട്ടി എന്നെ നയിക്കണം. എത്ര പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട്? ഹൃദയം തുറന്ന് വലിയ ആഗ്രഹത്തോടെ അങ്ങ് പാടി പ്രാർത്ഥിച്ചേ. കരങ്ങൾ ഉയർത്തി അടിച്ചു പാടുന്നു. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ, കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. ഹോളി സ്പിരിറ്റ് ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക് നിറയുക പരിശുദ്ധാത്മാവേ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ, കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. സ്പിരിറ്റ് അനോയിന്റഡ്, പരിശുദ്ധാത്മാവേ വരണമേ, വരണമേ. ഞങ്ങൾക്ക് സാധ്യതകൾ നൽകണമേ, സാധ്യതകൾ നൽകണമേ, സാധ്യതകൾ നൽകണമേ. അനോയിന്റഡ് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. റൂഹ പെയ്യട്ടെ, 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 റൂഹ പെയ്യട്ടെ. ഇരു കരങ്ങളും ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ, പെരുവെള്ള ഇരുമ്പലോടെ എല്ലാം മറന്ന് ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, സർവശക്തനായ പരിശുദ്ധാത്മാവേ, സർവാധിപനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മധ്യേ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, എല്ലാ പ്രതിബന്ധങ്ങളെയും തകർക്കണമേ. ഈ കോവിഡ് നാളുകളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക്, ഞെരുക്കങ്ങളിലേക്ക്, ദുഃഖ ദുരിതങ്ങളിലേക്ക്, ആശയക്കുഴപ്പങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരിക. ഞങ്ങൾക്ക് വ്യക്തത തരണമേ. ഞങ്ങൾ പോകേണ്ട വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. പുതിയ ദിശാബോധം നൽകണമേ. പരിശുദ്ധാത്മാവേ, പ്രവാചക ദർശനം ഞങ്ങൾക്ക് തരണമേ. പ്രൊഫറ്റിക് വിഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം അനേകം കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. കുടുംബങ്ങളിൽ പ്രതിസന്ധികളിലേക്ക്, തകർച്ചകളിലേക്ക്, ദുരിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വരണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, സമൂഹങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുസഭ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും ശക്തിയോടെ വരിക, ശക്തിയോടെ വരിക. കർത്താവെ, ഉണരുക. അങ്ങയുടെ സഭയ്ക്ക് വേണ്ടി ഉണരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദുരിതം അനുഭവിക്കുന്ന ജനകോടികളെ അവിടുന്ന് ആശീർവദിക്കണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ. എല്ലാ നന്മകൾക്കായി നന്ദി, നന്ദി പരിശുദ്ധാത്മാവേ. വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവേ, ഞങ്ങളെല്ലാവരും ദൈവവചനത്താൽ പൂരിതരാകുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മെ ആത്മാവിൽ ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന സാധ്യതയെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന സാധ്യതകൾ. ഈ നാളുകളിൽ ഈ സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കോവിഡ് മൂലം ലോകം ഇന്ന് ഒരുപാട് കഷ്ടപ്പെടുകയാണ്. സാമ്പത്തികമായ പ്രതിസന്ധികൾ, കാർഷിക മേഖലയിൽ പ്രതിസന്ധി, വ്യവസായ മേഖലകളിൽ, പഠന മേഖലകൾ എന്ന് വേണ്ട എല്ലാ മേഖലയും ഒരുപോലെ തകർന്നിരിക്കുകയാണ്. അനേകരുടെ ജോലി നഷ്ടപ്പെടുന്നു.
പലരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നു. 10,000 എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലപ്പെടുന്നു. ഒരുപാട് വ്യക്തികൾ ആശയക്കുഴപ്പത്തിലാണ്. കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? വല്ലാത്ത പ്രതിസന്ധിയാണല്ലോ എല്ലായിടത്തും കാണുന്നത്. 100 ചോദ്യങ്ങളും സംശയങ്ങളുമായി ഒരുപാട് ജീവിതങ്ങൾ ഇന്ന് നീറി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ആരെല്ലാം പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നുവോ അവർക്കെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് പുതിയ സാധ്യതകൾ നൽകുകയാണ്. നമ്മൾ ആരും ഒരു നിസ്സംഗതയിലേക്കോ നിഷ്ക്രിയത്വത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ പ്രതിസന്ധികളിലാണ് നമ്മൾ കൂടുതൽ ആത്മബലമുള്ളവരായി മാറേണ്ടത്. നമ്മളിങ്ങനെ ഒരു ഡിപ്രഷൻ മൂഡിലേക്കല്ല പോകേണ്ടത്. നിഷേധാത്മകമായ ചിന്തകൾ ഈ കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം പലരുമായി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അനേകരെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് പോയി കഴിഞ്ഞു. പ്രത്യാശയില്ല, ഇനി എല്ലാം താറുമാറാകും, ഇനി അധികം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞു, എല്ലാം തീടുന്നു എന്നാണ് തോന്നണേ. ഇത്തരത്തിലുള്ള സംസാരങ്ങളാണ് അനേകരിൽ നിന്ന് വരുന്നത്. എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലെ, ഇതിൻ്റെ നടുവിലും എപ്രകാരമാണ് ദൈവം പ്രവർത്തിക്കുന്നത്, ഈ പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിൻ്റെ തിരിഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് സാധിക്കുകയാണ്. പരിശുദ്ധാത്മാവ് തന്നെ ആശ്രയിക്കുന്നവർക്കായി സാധ്യതകൾ തുറന്നു കൊടുക്കുകയാണ്. സക്രിയ പ്രവചനം 4-ാം അധ്യായം 7-ാം തിരുവചനം. മഹാപർവ്വതമേ, നീ എന്താണ്? സെറുബാബേലിന്റെ മുൻപിൽ നീ സമതലമാകും. അവസാനത്തെ കല്ല് വെച്ച് കഴിയുമ്പോൾ ജനം എത്ര മനോഹരമെന്ന് ആർപ്പ് വിളിക്കും. ഈ തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ അരൂപി നമുക്ക് തരുന്ന ആലോചന എന്താണ്? നമ്മൾ അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ള വചനമാണിത്. മഹാപർവ്വതമേ, നീ എന്താണ്? ഇന്ന് ലോകത്തിൻ്റെ മുൻപിൽ കോവിഡ് ഒരു മഹാപർവ്വതം പോലെ ഉയർന്നു നിൽക്കുകയാണ്. ഏത് പ്രതിസന്ധിയാവട്ടെ പ്രിയപ്പെട്ടവരെ, ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യുമ്പോൾ ആ പ്രതിസന്ധികളെല്ലാം പരിഹരിക്കപ്പെടുകയാണ്. പ്രതികൂലങ്ങൾ അനുകൂലങ്ങളാകുന്നു. പ്രതിബന്ധങ്ങളിലും പുതിയ പാത തുറന്ന് തന്നെ ആശ്രയിക്കുന്നവരെ ദൈവത്തിൻ്റെ ആത്മാവ് പരിപാലിക്കുന്നു. എത്ര വലിയ പർവ്വതമാണെങ്കിലും പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ അതെല്ലാം സമഭൂമിയായി മാറുകയാണ്. നമുക്ക് ഒരുപാട് പ്രത്യാശ തരുന്ന വചനമാണ്. ഈ കോവിഡ് നാളുകളിൽ ഞാൻ പലപ്പോഴും ആവർത്തിച്ച് ക്ലെയിം ചെയ്ത് ഏറ്റുപറയുന്ന വേർഡ് ഓഫ് ഗോഡാണിത്. ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ്. ഈ കാലഘട്ടത്തിലെ ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുകയാണ്. എൻ്റെ ജനമേ, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങൾ പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നാം ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യാശിക്കാൻ അധികം വകയില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ആരെല്ലാം കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിക്കുന്നുവോ അവർക്കെല്ലാം വലിയ പ്രത്യാശയുണ്ടെന്ന് ദൈവത്തിന് തിരുവെഴുത്ത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. പർവ്വതങ്ങൾ സമതലങ്ങളാകുന്ന അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലുണ്ട്. പരിശുദ്ധാത്മാവാണ് നമുക്ക് പുതിയ സാധ്യതകൾ തുറന്നു തരുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായത്തിലെ ഇവിടെ ഇസ്രായേലിനും മോവാബിനും തമ്മിലുള്ള യുദ്ധമാണ്. ഈ സമയത്ത് ഇസ്രായേൽ രാജാവായ യഹോഷാഫാത്ത്, യൂദാ രാജാവാണ്. യഹോഷാഫാത്ത് തന്നോടുകൂടെ സഖ്യത്തിന് വന്നിരിക്കുന്ന രാജാക്കന്മാരോട് ചോദിക്കും, കർത്താവിൻ്റെ ഹിതമറിയാൻ ഇവിടെ പ്രവാചകന്മാരില്ലേ? ഈ സമയത്ത് ഇസ്രായേൽ രാജാവിൻ്റെ സേവകരിൽ ഒരുവൻ പറഞ്ഞു, ഷാഫാത്തിൻ്റെ മകനും പ്രവാചകനായ ഏലിയായുടെ കരങ്ങളിൽ വെള്ളമൊഴിച്ചു കൊടുത്തവനുമായ ഏലീശ
അവൻ വലിയൊരു പ്രൊഫറ്റാണ്. എലീശ ഇവിടെയുണ്ട്. അങ്ങനെ യഹോഷാഫാത്ത് രാജാവ് എലീശായെ വിളിക്കുകയാണ്. 3-ാം അധ്യായം 15, 16, 17 തിരുവചനങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. എലീശ പ്രവാചകൻ പറയും, നിങ്ങളൊരു ഗായകനെ കൊണ്ടുവരിക. ഗായകൻ പാടിയപ്പോൾ പ്രവാചകനായ എലീശായുടെ മേൽ ദൈവശക്തി നിറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ്, ആവാസം പ്രവാചകൻ ലഭിക്കുകയാണ്. അവൻ്റെ ആത്മ ഉണർത്തപ്പെട്ടു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എന്തുമാത്രം അഭിഷേകമുള്ളവരാണെങ്കിലും വചനത്തെ സ്നേഹിക്കുന്നവരാണെങ്കിലും ചില സന്ദർഭങ്ങളിലെ ചില സാഹചര്യങ്ങളിലെ നമ്മുടെ അഭിഷേകം ഈ തണുത്തു പോകുന്നൊരവസ്ഥയുണ്ടാകും. ഇത്രയും വലിയ പ്രവാചകനായ എലീശയുടെ മേലുള്ള അഭിഷേകം ഉണരാൻ വേണ്ടി ഒരു ഗായകനെ വിളിക്കുകയാണ്. അപ്പം നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെ ഉണർത്തുവാൻ, നമ്മുടെ മേലുള്ള ദൈവശക്തിയെ ഇളക്കുവാൻ ചില പ്രതിബന്ധങ്ങൾ, പ്രതികൂലങ്ങൾ കർത്താവ് അനുവദിച്ചു എന്ന് വരാം. ഈ കോവിഡും ആരെല്ലാം ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തെ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരാജയമല്ല, ഇതൊരു പരിശോധനയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവശക്തി എലീശയിൽ ആവസിച്ചു. ഉടനെ അവൻ പ്രൊഫറ്റിക് ആത്മാവിൽ, പ്രവചനാത്മാവിൽ നിറഞ്ഞ് ഇപ്രകാരം പറയുകയാണ്. 16-ാമത്തെ തിരുവചനം, കാറ്റോ മഴയോ ഉണ്ടാവുകയില്ല, എന്നാൽ അരുവിത്തടം വെള്ളം കൊണ്ട് നിറയും. വരണ്ടു കിടക്കുന്ന അരുവിത്തടങ്ങൾ, ഈ അരുവിത്തടങ്ങളും ജലാശയങ്ങളെല്ലാം വെള്ളം കൊണ്ട് നിറയും, എന്നാൽ കാറ്റോ മഴയോ ഉണ്ടാവുകയില്ല. കർത്താവിനിത് നിസ്സാരമാണ്. മാനുഷികമായി പറഞ്ഞാൽ ഇതുപോലൊരു പൊട്ടത്തരം ഉണ്ടോ? ഉണ്ട് സഹോദരങ്ങളെ. വരണ്ടു കിടക്കുന്ന ജലാശയങ്ങൾ മഴ പെയ്യാതെ എങ്ങനെയാണ് നിറയപ്പെടുക? എന്നാൽ പ്രവാചകൻ പ്രവചനാത്മാവിൽ നിറഞ്ഞ് പറയുകയാണ്, കാറ്റുണ്ടാവുകയില്ല, മഴയും ഉണ്ടാവുകയില്ല, എന്നാൽ വരണ്ടു കിടക്കുന്ന നദീതടങ്ങൾ വെള്ളം കൊണ്ട് നിറയും. കർത്താവിന് ഇത് നിസ്സാരമാണ്. ഇതാണ് നമ്മൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കേണ്ടത്. ഒരു സാഹചര്യവും കർത്താവിനെ പ്രവർത്തിക്കാൻ തടസ്സമല്ല. സാഹചര്യങ്ങൾ എന്തുമാത്രം പ്രതികൂലമായിക്കൊള്ളട്ടെ, ആ പ്രതികൂലത്തിലും ദൈവശക്തി വെളിപ്പെടുത്തുവാൻ, ആ പ്രതികൂലത്തിലും വിശ്വസ്തയോടെ നമ്മളെ പരിപാലിക്കുവാൻ മതിയായവനാണ് ദൈവമായ കർത്താവ്. എന്താ സംഭവിച്ചത്? 3-ാം അധ്യായം 20-ാമത്തെ വചനം ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ ആത്മാവ് ഒരു കാര്യം പറയുമ്പോൾ ബുദ്ധി കൊണ്ട് അളക്കരുത്. നമ്മളതിൻ്റെ ലോജിക്ക് അതിങ്ങനെ ചിന്തിച്ച് അതിൻ്റെ പുറകെ ഇങ്ങനെ റിസർച്ച് നടത്തി സമയം കളയാതെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവാത്മാവിൻ്റെ ശബ്ദത്തോട് വിധേയപ്പെടുവാൻ, ദൈവാത്മാവിൻ്റെ ശബ്ദത്തോട് കീഴ്പ്പെടുവാനും, ആ ശബ്ദത്തോട് യെസ് പറയുവാനും നമ്മൾ തയ്യാറായാൽ അത്ഭുതങ്ങൾ കാണുവാൻ സ്വർഗം ഇടവരുത്തും. അത്ഭുതങ്ങൾ കാണുവാൻ. 20-ാമത്തെ വചനം പറയുകയാണ്, പ്രഭാത ബലിയുടെ സമയമായപ്പോൾ ഏദോം ദിക്കിൽ നിന്ന് വെള്ളം വന്ന് അവിടം നിറഞ്ഞു. പ്രവാചകൻ പ്രവചിച്ചതുപോലെ സംഭവിക്കുകയാണ്. കാറ്റും മഴയും ഇല്ലാതെ വരണ്ടു കിടന്ന അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറയുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. ദൈവം തൻ്റെ വാക്കുകളിൽ വിശ്വസ്തനാണെന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ആഴമേറിയൊരു വിശ്വാസം നമുക്കുണ്ടാകണം. നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ വാക്കുകളിൽ പരിപൂർണമായും വിശ്വസ്തനാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. ലിറ്ററലി പ്രവാചകൻ പറഞ്ഞ് സംഭവിക്കുകയാണ്. ഒരു സാധ്യത ഇല്ലാത്തിടത്ത് പരിശുദ്ധാത്മാവ് സാധ്യതകൾ യഹോഷാഫാത്ത് രാജാവിനും അവൻ്റെ സഖ്യകക്ഷികളായ മറ്റ് രാജാക്കന്മാർക്കും തുറന്നു കൊടുക്കുകയാണ്. ആ യുദ്ധത്തിൽ മോവാബ്യരെ കർത്താവ് ഇസ്രായേൽക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. പ്രവചിച്ചതുപോലെ അത് സംഭവിക്കുകയാണ്. ഒരു സാധ്യതയുമില്ല. ആ പ്രതിസന്ധിയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് സാധ്യതകൾ തുറന്നു കൊടുക്കുക. ഈ കോവിഡ് നാളുകളിലും എൻ്റെ ജോലി പോയല്ലോ, ബിസിനസ് തകർന്നല്ലോ, മക്കളുടെ വിദ്യാഭ്യാസം ഇങ്ങനെയായല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവർ വിദേശത്താണല്ലോ, കണ്ടുമുട്ടുവാൻ അവസരം കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിച്ച് ജീവിതം നരകതുല്യമാക്കാതെ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായും ആശ്രയിക്കുക. നമ്മുടെ ബുദ്ധിയും യുക്തിയെല്ലാം ഹോളി സ്പിരിറ്റിന് മുമ്പിൽ സറണ്ടർ ചെയ്ത്
പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് വേണ്ടി, പരിശുദ്ധാത്മ നൽകുന്ന ആലോചനയ്ക്ക് വേണ്ടി ആരെല്ലാം കാത്തിരിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സാധ്യതകൾ തുറന്ന് ആത്മാവ് നയിക്കുന്നത് പ്രകടമായിട്ട് അനുഭവിക്കാൻ കഴിയും. ഒന്ന് സാമുവേൽ 16 വരണം. അവിടെ ഇടയച്ചെറുക്കനായ ദാവീദിൻ്റെ ജീവിതത്തിൽ എപ്രകാരമാണ് പരിശുദ്ധാത്മാവിന് സാധ്യത നൽകിയത്. ഇസ്രായേലിൻ്റെ രാജാവായി മാറുന്നതിൽ ഒരു സാധ്യത അവനില്ലായിരുന്നു. അവൻ വെറും അപ്പൻ്റെ ആടുകളെ മേച്ച് നടക്കുന്ന ഒരു ഇടയച്ചെറുക്കൻ മാത്രമായിരുന്നു. എന്നാൽ ഈ ഇടയച്ചെറുക്കനായ ദാവീദ് ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായി മാറുവാൻ തക്കവിധം കർത്താവിൻ്റെ ശക്തമായ കരം അവൻ്റെ മേലുണ്ടായിരുന്നു. 16:1 പറയാണ് സാമുവേലിനോട് ദൈവം, ഞാൻ ഇസ്രായേലിൻ്റെ രാജ്യത്വത്തിൽ നിന്ന് സാവൂളിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, ഞാൻ മറ്റൊരുവനെ രാജാവായി കണ്ടെത്തിയിരിക്കുകയാണ്, ജസ്സയുടെ മകനാണ്. നീ തൈലക്കൊമ്പിൽ തൈലം നിറച്ച്, 2-ാമത്തെ വചനമാണ്, നീ ബെത്ലഹേമിലേക്ക് പുറപ്പെടുക. ഈ സമയം സാമുവേൽ ചോദിക്കും, സാവൂൾ എങ്ങാനും ഇവരറിഞ്ഞാൽ അവനെന്നെ കൊന്നുകളയും. കർത്താവിൻ്റെ സൊല്യൂഷൻ കൊടുക്കുക. കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ അതിനുവേണ്ട എല്ലാ റിസോഴ്സും കർത്താവ് തരികയാണ്. എന്തുമാത്രം ആനന്ദമുള്ളൊരു കാര്യമാണ്. നീ ഒരു കാര്യം ചെയ്യണം, നീ അവിടെ ചെല്ലുമ്പോൾ പറയണം, ഞാൻ കർത്താവിനെ ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയണം. ദൈവത്തിന് നിർദ്ദേശമനുസരിച്ച് സാമുവേൽ ബെത്ലഹേമിലെത്തി. 16 പറയുകയാണ്, അവിടുത്തെ ശ്രേഷ്ഠന്മാരെ ഒരുമിച്ച് കൂടി ചോദിച്ചു, പ്രഭു അങ്ങ് വന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ? സാമുവേൽ പറയും, ഞാൻ കർത്താവിനെ ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണ്. ആ ബലിയർപ്പണത്തിന് ജസ്സിയെയും അവൻ്റെ മക്കളെയും പ്രത്യേകമായി ക്ഷണിക്കാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടിരുന്നു. ദൈവാത്മാവിൻ്റെ ആഗ്രഹപ്രകാരം സാമുവേൽ ജസ്സിയെയും അവൻ്റെ മക്കളെയും ബലിയർപ്പണത്തിന് ക്ഷണിക്കും. എന്നാൽ അപ്പനായ ജസ്സെ തൻ്റെ 7 ആൺമക്കളെയും വിളിക്കും. തൻ്റെ അവസാനത്തെ മകനാണ്, 8-ാമത്തെ മകനാണ് ദാവീദിനെ ആടുകളെ മേയ്ക്കുവാൻ കാട്ടിലോട്ട് വിടുകയാണ്. അവനെ മാത്രം ഈ ബലിയർപ്പണത്തിന് പിതാവായ ജസ്സ വിളിച്ചില്ല. മറ്റൊരർത്ഥത്തിൽ ചിന്തിച്ചാൽ ദാവീദിന് ലഭിക്കേണ്ട അവസരത്തെ പിതാവായ ജസ്സ അവൻ്റെ സഹോദരന്മാരും ചേർന്ന് നഷ്ടപ്പെടുത്തി കളയാണ്. ആ സാധ്യത ഇല്ലാതാക്കുകയാണ്. ഇന്ന് അനേകരുടെ സങ്കടം എന്താണെന്നറിയോ? എനിക്കിതിനേക്കാൾ നല്ല അവസരം കിട്ടേണ്ടതായിരുന്നു, എനിക്കിതിനേക്കാൾ മെച്ചപ്പെട്ട സാധ്യതകളുണ്ടായിരുന്നു, എൻ്റെ ആ സാധ്യതയെ ചില വ്യക്തികൾ കൂടി നശിപ്പിച്ചു, അവരാണ് നശിപ്പിച്ച്, ഇവരാണ് നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിലപിക്കുന്ന അനേകരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. നമ്മൾ കർത്താവിനെ ആശ്രയിക്കുന്നവരാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അവസരങ്ങളെയും സാധ്യതകളെയും ഇല്ലാതാക്കാൻ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും സാധ്യമല്ല. നിങ്ങൾ ഈ ദൂത് പൂർണ്ണമായി വിശ്വസിച്ചോ? ഹല്ലേലൂയ. ആരെല്ലാം ദൈവമായ കർത്താവിനെ ആശ്രയിക്കുന്നുവോ അവർക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നന്മ പോലും മുടക്കുവാനോ നിഷേധിക്കുവാനോ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് 84-ാം സങ്കീർത്തനം 11 പഠിപ്പിക്കുന്നത്, പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും കർത്താവ് നിഷേധിക്കുകയില്ല. എത്ര മനോഹരമായ തിരുവചനങ്ങളാണ് ഇതൊക്കെ. ദാവീദിൻ്റെ അവസരത്തെ അവൻ്റെ അപ്പനും സഹോദരങ്ങളും ചേർന്ന് ഇല്ലാതാക്കി. എന്നാൽ എന്താ സംഭവിച്ചത്? ബലിയർപ്പണം കഴിഞ്ഞപ്പോൾ ജസ്സയുടെ മക്കളെ പ്രവാചകനായ സാമുവേൽ വിളിച്ചു. 6, 7, 8 തിരുവചനങ്ങളൊക്കെ വായിക്കണം. മൂത്ത മകൻ ഏലിയാബ് മുമ്പിൽ വന്ന് നിന്നപ്പോൾ സാമുവേൽ ചിന്തിച്ച്, ഇവൻ തന്നെയാണ് രാജാവായി മാറേണ്ടവൻ. നല്ല പൊക്കവും അതിനനുസരിച്ച് വണ്ണവും നല്ല മിടുമിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ. അവൻ അഭിഷേകം ചെയ്യാൻ സാമുവേൽ ഒരുങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, സാമുവേലേ, ഞാൻ അവനെ തിരഞ്ഞെടുത്തിട്ടില്ല. 2-ാമൻ അഭിനാദാബ് വന്നു, 3-ാമൻ ഷമ്മ വന്നു. അങ്ങനെ 7 ആൺമക്കളും ഒന്നിനൊന്ന് മെച്ചമുള്ളവരാ. 7 പേരെയും ദൈവം പറഞ്ഞു, ഞാൻ ഇവരെയൊന്നും തിരഞ്ഞെടുത്തിട്ടില്ല. സാമുവേൽ പ്രവാചകൻ ചോദിക്കും, ജസ്സേ, നിനക്കിനി വേറെ മക്കളുണ്ടോ? അപ്പോൾ അപ്പനും 7 സഹോദരങ്ങളും ചേർന്ന് പറയും, ആ ഒരുത്തനുണ്ട്, ദാവീദ്, ഒരു പയ്യനാ, ചെറുക്കനാ, അവനെ ആടിനെ മേയ്ക്കാൻ കാട്ടിലേക്ക് വിട്ടിരിക്കുകയാണ്. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 16-11 വായിക്കണം. ആരാണോ ദാവീദിനെ കാട്ടിലേക്ക് ആടുകളെ മേയ്ക്കാൻ വിട്ടത്, അവരെ കൊണ്ട് തന്നെ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിനെ തിരിച്ചു വിളിപ്പിക്കുകയാണ്. സാമുവേൽ പറയും, ആ മകനെ എനിക്ക് കാണട്ടെ,
അങ്ങനെ ആളയച്ച് ദാവീദിനെ വരുത്തിക്കുകയാണ്. കണ്ടോ, അവസരം നഷ്ടപ്പെട്ടു പോയി, സാധ്യത നഷ്ടപ്പെട്ടു പോയി. ശരി, ചില തടസ്സങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? ജീവിക്കാനുള്ള വഴി എന്താണ്? മക്കൾക്ക് ഫീസ് കൊടുക്കാനില്ല, ഫീസ് പോട്ടെ, മക്കൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റുന്നില്ല, കുടുംബം പുലർത്താൻ പറ്റുന്നില്ല. എത്ര കുടുംബനാഥന്മാർ ഇന്ന് കഷ്ടപ്പെടുന്നത്. മക്കളുടെ വിദ്യാഭ്യാസത്തോട് വേദനിക്കുന്ന അനേകം മാതാപിതാക്കൾ ഈ നാളുകളിലുണ്ട്. പല മാതാപിതാക്കളും കണ്ണിനോടുകൂടെ ഫോൺ ചെയ്യാറുണ്ട്. എന്ത് ചെയ്യും ബ്രദറെ, വല്ലാത്ത കഷ്ടതയിലാണ്. അനേകം ശുശ്രൂഷകളൊന്നും തന്നെ ഇല്ല, ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. ദാവീദിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, അവസരം നിഷേധിക്കപ്പെട്ടു, അവന് ലഭിക്കേണ്ട സാധ്യതകൾ ഇല്ലാതായിപ്പോയി. എന്നാൽ കർത്താവിന് അവനെക്കുറിച്ച് കൃത്യമായൊരു നിശ്ചയമുണ്ടായിരുന്നു. അവൻ്റെ അപ്പനെ കൊണ്ട് തന്നെ ദാവീദിനെ ആളയച്ച് വിളിച്ചു. ദാവീദിനെ കണ്ടപ്പോൾ 12-ാമത്തെ വാക്യം, പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള ദാവീദിനെ കണ്ടപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, തെരഞ്ഞെടുക്കപ്പെട്ടവ ഇവൻ തന്നെ. ഹല്ലേലൂയ! എത്ര മനോഹരമായിട്ടാണ് ഹോളി സ്പിരിറ്റ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രതിസന്ധികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിലെ, ഈ നാളുകളിലെ ഇത്തരത്തിൽ താൻ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി എപ്പോഴും ഏത് നേരത്തും പ്രവർത്തിക്കുവാൻ മതിയായവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. സാമ്പത്തിക തകർച്ചകളാകട്ടെ, ശാരീരിക രോഗങ്ങളാകട്ടെ, ബിസിനസ്സിൽ വന്ന പരാജയമാകട്ടെ, ജോലി നഷ്ടപ്പെട്ടതാകട്ടെ, മറ്റേത് ആവശ്യമാവട്ടെ, അതിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചാൽ നമുക്ക് നിശ്ചയമായും തീർപ്പുണ്ടാകും, പരിഹാരമുണ്ടാകും. ഇവിടെ ദാവീദിന്റെ ജീവിതത്തിലെ 13-ാമത്തെ വചനം പറയാണ്, ശമൂവേൽ രാജാവായി ദാവീദിനെ അഭിഷേകം ചെയ്തു. അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി ദാവീദിൽ ആവസിച്ചു. അപ്പൻ്റെ ആടുകളെ മേച്ചിരുന്ന ഇടയച്ചെറുക്കനായ ദാവീദ് രാജാവായി മാറുകയാണ്. പരിശുദ്ധാത്മാവ് അവന് സാധ്യത തുറന്നു കൊടുക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിരാശപ്പെടാതെ, അസ്വസ്ഥരാകാതെ, പലവിധ സംശയങ്ങൾ മൂലം ആശയക്കുഴപ്പത്തിൽ പെട്ടുപോകാതെ, എല്ലാവരും ഇങ്ങോട്ട് നോക്കി, ജീവനുള്ള കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുക. ദൈവവചനത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുക. കർത്താവിൻ്റെ വചനം വായിച്ച് വായിച്ച് ധ്യാനിച്ച് വചനത്തിൻ്റെ അഭിഷേകം നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവുക. മനസ്സിലായില്ലെങ്കിലും പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായും ആശ്രയിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി സ്നേഹത്തോടെ ആത്മാവിനെ വിളിച്ച് 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 പ്രാർത്ഥിക്കുക. നമ്മൾ പോകേണ്ട വഴി ദൈവാത്മാവ് കാണിച്ചു തരും. നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ, കുടുംബത്തിൻ്റെ മുൻപിൽ, ശുശ്രൂഷകളുടെ മുൻപിൽ പുതിയ പുതിയ സാധ്യതകൾ, ഈ കാലഘട്ടത്തിന് ചേർന്ന വിധത്തിലുള്ള സാധ്യതകൾ പരിശുദ്ധാത്മാവ് തുറന്നു തരും, അവസരങ്ങൾ തരും. നമ്മൾ പോകേണ്ട വഴിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ആ വ്യക്തത, ക്ലാരിറ്റി പരിശുദ്ധാത്മാവ് നൽകും. സംശയിക്കരുത് ദൈവമക്കളെ. ദൈവവചനത്തിൽ ആശ്രയിച്ച് കൂടുതൽ വചനത്തിൽ ആഴപ്പെടുവാൻ ഈ നാളുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ധാരാളം പ്രാർത്ഥിക്കുക. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രതിസന്ധിയിൽ കർത്താവിൻ്റെ തിരുഹിതം വെളിപ്പെടാൻ വേണ്ടി എപ്രകാരമാണ് ഈ പ്രതിസന്ധിയിലൂടെ കർത്താവ് തൻ്റെ ജനത്തെ നയിക്കാൻ പോകുന്നത്, ആ കൃത്യമായൊരു പ്രവാചക ദർശനം നമുക്ക് ലഭ്യമാകാൻ വേണ്ടി കർത്താവിൻ്റെ മനസ്സറിഞ്ഞ്, കർത്താവിൻ്റെ കൃപയോടെ സഹകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ കടന്നു വരാം.